അനിരുദ്ധ് ഒത്തിരി പ്രസിദ്ധരായ ആൾക്കാരെ മീറ്റ് ചെയ്യുന്ന കേട്ടിട്ടുണ്ട്. അനിരുദ്ധിന് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ആൾ ആരായിരിക്കും? കുറെ ആളെ മീറ്റ് ചെയ്തിട്ടുണ്ട്. വാസുദേവൻ നായരെ മീറ്റ് ചെയ്തിട്ടുണ്ട്, ശ്രീധരനെ മീറ്റ് ചെയ്തിട്ടുണ്ട്, ശ്രീധരൻ സാറിനെ മീറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ കുറെ പേരെ മീറ്റ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ കാണുമ്പോൾ സന്തോഷമാണ്. ഏറ്റവും ഇൻസ്പിറേഷൻ തോന്നിയിട്ടുള്ളത് ആരായിരിക്കും അനിരുദ്ധെ? ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര മോട്ടിവേഷൻ കിട്ടിയിട്ടുള്ളത് ആരായിരുന്നായിരിക്കും? അങ്ങനെ പറയാൻ ഏറ്റവും ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഊർജം കിട്ടിയത് ആരായിരുന്നായിരിക്കും? അങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാവരും ഇഷ്ടമാണ്. കാരണം എല്ലാവരും കാണുമ്പോൾ സന്തോഷമാണ്. ആരാണ് അനിരുദ്ധിന്റെ ഒരു റോൾ മോഡൽ? ഇതാണ് ഫുട്ബോളിലാണോ, സ്പോർട്സിലാണോ, ഇതിലാണോ? ഏതെങ്കിലും നിനക്ക് അങ്ങനെ റോൾ മോഡലായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇഷ്ടം തോന്നിയ ഒരു വ്യക്തിയോ? മെസ്സിയും ധോണിയാണ്. ധോണിനെ ഇഷ്ടമാണ്. ഓക്കെ. അവരുടെ കൂൾനെസ്സും കാംനെസ്സും കാണുമ്പോൾ നല്ല. വെരി ഗുഡ്, വെരി ഗുഡ്. അതൊക്കെ ഒബ്സർവ് ചെയ്യാറുണ്ട് അല്ലേ? അച്ഛനെ കുറിച്ച്, അച്ഛനും അമ്മേനെ കുറിച്ച് എന്താ പറയാനുള്ളത് എൻ്റെ അടുത്ത്? അച്ഛനമ്മ എനിക്ക് നല്ല കെയർ തന്നിട്ടുണ്ട്. അല്ല, ഇത്രയും സ്നേഹിക്കുന്ന ഒരു അച്ഛനും അമ്മയും നമ്മൾ പ്രേക്ഷകരെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അനിരുദ്ധിന് എന്താണ് ഏറ്റവും കൂടുതൽ ഇവർ ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്? ഏറ്റവും കൂടുതൽ സ്നേഹമാണ് എപ്പോഴും. അവർ ബുക്കൊക്കെ വാങ്ങിച്ചു തരും, ഒത്തിരി കാര്യങ്ങൾ ചെയ്യും, ട്രാവൽ കൊണ്ടുപോകും. അതെ, എല്ലാ സമയത്തും ഇവർ എൻ്റെ കൂടെ ഉണ്ടാവും. അതാണ് എനിക്ക് ഏറ്റവും സോ നൈസ് അല്ലേ? ഇത്രയും വലിയൊരു വാചകമാണെന്ന് അറിയാം, കൂടെ ഉണ്ടാവുന്ന. നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു അടുത്തുണ്ടാവുന്നുള്ള ചെറിയ കാര്യമല്ല, ആ സാമീപ്യം വലിയൊരു കാര്യമാണ് അനിരുദ്ധ് അല്ലേ? യെസ്. അമ്മ എന്തൊക്കെ കാര്യങ്ങളാണ് സപ്പോർട്ട് ചെയ്യാ? അമ്മ എൻ്റെ കൂടുതൽ ലേണിങ് കാര്യങ്ങളും പിന്നെ നോട്ട്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യണത് അമ്മയാണ്. എനിക്ക് റൈറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എക്സാമിനൊക്കെ എനിക്ക് എക്സ്ട്രാ ടൈം കിട്ടും. അപ്പം എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒന്നും അത്ര ക്ലിയർ ആയിന്ന് വരില്ല. അപ്പം ചിലപ്പോൾ എൻ്റെ മാർക്കൊക്കെ കുറഞ്ഞെന്ന് വരും. അപ്പം ഇവരൊന്നും പറയാറില്ല. എനിക്കിതിൽ ഏറ്റവും കൗതുകമായിട്ട് തോന്നിയിട്ടുള്ള സാറുമായിട്ട് സംസാരിച്ചപ്പോൾ സാറ് പറഞ്ഞിരുന്ന കാര്യമാണ്, മോൻ തോൽക്കുമ്പോൾ അല്ലെങ്കിൽ മോന് മാർക്ക് കുറയുമ്പോൾ സാറ് നല്ലൊരു ഹോട്ടലിൽ കൊണ്ടുവരുന്ന നല്ല അടിപൊളി ഫുഡൊക്കെ മേടിച്ചു കൊടുത്തൊരു ട്രീറ്റ് ചെയ്യും എന്നുള്ളത്. പലപ്പോഴും പാരന്റ്സ് മാർക്ക് കുറയുമ്പോൾ അവരെ ബ്ലെയിം ചെയ്യുക അല്ലെങ്കിൽ കമ്പയർ ചെയ്യുക എന്നുള്ളൊരു ടാഗ് ലൈൻ വരാറുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു തോട്ട് വരാനുള്ള കാരണം എന്താ? അതെനിക്ക് തോന്നുന്നു ഒരു ദിവസം പരീക്ഷയിൽ ഇവൻ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ല. കാരണം ഇവൻ ഈ ഹാൻഡ് റൈറ്റിങ്ങിൽ ഇപ്പോഴും സ്ക്രൈബിനെ വെച്ചിട്ട് ഹിന്ദി സംസ്കൃതം മാത്രമേ എഴുതാറുള്ളൂ. നയൻത്തിൽ ഇപ്പോൾ ഹിന്ദി മാത്രമാണ്. അപ്പൊ സംസ്കൃതം എനിക്ക് തോന്നുന്നു മുന്നേ ഒരു ദിവസം മാത്സിലാന്ന് തോന്നുന്നു മാർക്ക് കുറഞ്ഞിട്ട് വീട്ടിൽ വരുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു, ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് എനിക്ക് ഹൈഡ് ചെയ്തു. പറയാതിരുന്നു ഒരു ദിവസം കണ്ട് പറഞ്ഞപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നതെന്ന് പറഞ്ഞു. നമ്മൾക്ക് തോൽക്കുന്നതിലൊന്നും ഒരു വിഷമമില്ല എന്നുള്ളത്. തോൽവി ഒരു ജീവിതത്തിന്റെ ഭാഗമാണ്. നമ്മൾ ജയം മാത്രം കൊണ്ടുപോകരുത്. അങ്ങനെയുള്ള ഒരു ഇവന്റെ മനസ്സ് ആ രീതിയിലേക്ക് പാകപ്പെടുത്തുക എന്ന് മാത്രമായിരുന്നു. അപ്പോൾ അങ്ങനെയെന്ന് വെച്ചാൽ ഇവന് ഭക്ഷണം നല്ല ഇഷ്ടമാണ്. നല്ല ഭക്ഷണമാണെങ്കിൽ അത് ആസ്വദിച്ച് കഴിക്കും. ഒരുപാടൊന്നും കഴിക്കില്ലെങ്കിലും കഴിക്കുന്നത് ആസ്വദിച്ച് കഴിക്കും. അങ്ങനെ ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്നുള്ള രീതിയിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു പുറത്ത് പോയി അവിടെ ഇരുന്ന് കഴിഞ്ഞ് നല്ല ഭക്ഷണം എപ്പോഴും നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുമല്ലോ. അപ്പം യാത്രയൊന്നും അങ്ങനെ പെട്ടെന്ന് നമുക്ക് പോകാൻ പറ്റുന്നില്ല. അതിനൊക്കെ പ്ലാനിങ് ഒക്കെ ആവശ്യമുണ്ട്. എവിടെയെങ്കിലും അടുത്ത് പോയി നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു വരുമ്പോൾ ആ കാര്യങ്ങളൊക്കെ മറക്കും. പിന്നെ അടുത്തതിലേക്ക് പോവുക എന്നുള്ളതാണ്. ശരിക്കും ഒരുപാട് പാരന്റ്സ് അത് എനിക്ക് തോന്നുന്നു ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം പലപ്പോഴും ഇവിടെ വരുന്ന പല പിള്ളേരും പരീക്ഷ ആകുമ്പോൾ സ്ട്രെസ്, പരീക്ഷ കഴിഞ്ഞ് മാർക്ക് കിട്ടാറാകുമ്പോൾ ഇവർക്ക് ടെൻഷനാണ്. ഈ ചെറുപ്രായത്തിൽ കൗൺസിലിങ്ങും തെറാപ്പീസും ഒക്കെ എടുക്കേണ്ട ഒരു സ്റ്റേറ്റിലേക്ക് പോകുന്ന സമയത്ത് പാരന്റ്സ് ഇത് കുറച്ചുകൂടി ലൈറ്ററായിട്ട് എടുക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു ചേഞ്ച് ആയിരിക്കും നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാവുക അല്ലേ സർ? അതെ, ഒരു പരിധി വരെ എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ സ്ട്രെസ് ഇല്ലാതെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. സ്ട്രെസ് ആവശ്യമുള്ള ലെവലിൽ. അതെവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അതുകൊണ്ട് അത് രോഗിയാക്കരുത് സ്ട്രെസ്. അതായത് അവർ തമ്മിലുള്ള ബന്ധം വഷളാക്കരുത്. ആ രീതിയിലേക്കുള്ള സ്ട്രെസ് പോവാതെ പരീക്ഷ ഉണ്ടാകുമ്പോൾ ഒരു ആങ്സൈറ്റി ഉണ്ടാവുന്നത് നല്ലതാണ്. അപ്പോഴേ നമ്മൾ പ്രിപ്പയർ ആവും. നമ്മൾ പ്രിപ്പയർ ആയാലും ഒന്നുകൂടെ ഇത് വരുമോ, ഇത് ക്വസ്റ്റ്യൻ വരുമോ എന്നുള്ളത്. പക്ഷെ അത് മാത്രമല്ലല്ലോ ജീവിതം. നമ്മൾ ഈ സിലബസ് പണ്ടങ്ങോ ഉണ്ടാക്കിയ ഒരു സിലബസ് ഇടക്ക് വരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയ ഒരു സിലബസും കൊണ്ടല്ലല്ലോ ജീവിതം, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. കാരണം ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കില്ല നാളെ നമ്മൾ ശരിക്കും ഇതിൻ്റെ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ. നമ്മൾ മാറേണ്ടി വരും. നമുക്ക് മാക്സിമം എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലത്ത് കൊണ്ട് ഈ അഡാപ്റ്റബിലിറ്റി എന്നുള്ള ആ ഒരു ഇതായിരിക്കണം. എപ്പോഴും പഠിക്കാൻ തയ്യാറായിരിക്കുക, എപ്പോഴും വിദ്യാർത്ഥിയാവുക എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് പോകേണ്ട ഒരു കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. കാരണം ടെക്നോളജി ഇപ്പം
പറയുമ്പോൾ AI ഉണ്ട്, അല്ലെങ്കിൽ മെഷീൻ ലേണിങ്. ആൾക്കാർ ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ്. എന്താണെന്നും ഇതൊന്നും അറിയാത്ത ആൾക്കാർ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം, നമുക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ. മനുഷ്യർക്ക് ഒന്നുകൂടി ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും അതിനുള്ള ഒരു ഇതാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവരുടെ പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ പല ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന ലേണിങ്, അതുകൊണ്ടാണ് ഒരു MT വാസുദേവൻ നായരെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 5 മിനിറ്റ് സംസാരിക്കും, ഇവന് അരമണിക്കൂർ കിട്ടി. അല്ലെങ്കിൽ ശശി തരൂറിൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റി, അല്ലെങ്കിൽ സുധാമൂർത്തിയുടെ അടുത്ത് സംസാരിക്കാൻ പറ്റി. അതുപോലെ സ്പോർട്സിലെ സുനിൽ ഛേത്രി, ഇന്ത്യൻ ക്യാപ്റ്റനായിരുന്ന സുനിൽ ഛേത്രിയുടെ അടുത്ത് സംസാരിക്കാൻ പറ്റും. അതൊക്കെ ഒരു വലിയ നേട്ടമാണ്. അല്ലെങ്കിൽ സിനിമയിൽ ഇപ്പം പിഷാരടിയൊക്കെ വീട്ടിൽ വിളിച്ചിട്ട് അവിടെ ഇരുന്ന് സംസാരിച്ചു, അല്ലെങ്കിൽ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി സാറ് വീട്ടിൽ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാർ, പല ആൾക്കാർ, ഇപ്പോൾ ശ്രീധരൻ മെട്രോമാൻ ശ്രീധരൻ സാറായാലും ഇവർ സംസാരിക്കുമ്പോൾ, നമുക്ക് അവരുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ ഇവന് മാത്രമല്ല, ആസ് എ പാരന്റ് എന്ന നിലയിൽ നമുക്ക് കിട്ടുന്ന ഒരു ഊർജ്ജം ഉണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാതാണ്. നമ്മളിപ്പോൾ പറയുന്നുണ്ടെങ്കിൽ കേൾക്കുമ്പോൾ തോന്നും ഇത് വളരെ സിമ്പിളാണെന്ന് തോന്നും. പക്ഷേ ഇവരൊക്കെ തരുന്ന ഒരു ഊർജ്ജം, പിന്നെ നമ്മളെപ്പോഴും നമ്മൾ മാത്രമല്ല, നമ്മൾ അറിവെന്ന് പറയുന്നത് നമ്മളുടെ ചുറ്റും കൂടി ആൾക്കാരുമാണല്ലോ, നമ്മൾ മാത്രമല്ലല്ലോ. പല ആൾക്കാരോട് സംസാരിക്കാൻ പറ്റുന്നതും ഇതൊക്കെ കൊണ്ടാണ്. എഡ്യൂക്കേഷൻ അതും കൂടിയാണെന്ന് ഞാൻ പറയായിരുന്നു. നമ്മൾ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഈ പുസ്തകത്തിലുള്ളത് മാത്രമല്ല, ആൾക്കാരെ കാണുക, സ്ഥലങ്ങൾ കാണുക, നല്ല സിനിമകൾ കാണുക, നല്ല പുസ്തകങ്ങൾ വായിക്കുക, ഇതൊക്കെയാണ് നമ്മളിങ്ങനെ തോന്നിയത്. ഇതും ഞാൻ പറയുന്നത് നമ്മൾക്കാരും ഇത് ഇതുപോലെ പറഞ്ഞു തന്നൊന്നുമല്ല. നമ്മൾക്ക് ഓരോന്ന് എക്സ്പെരിമെന്റ് ചെയ്യും, അതിൽ നിന്നൊരു സാധനം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമ്പോൾ നമ്മൾ വീണ്ടും അതിലൊരു പടി മുന്നോട്ട് പോകും. അനിരുദ്ധ എന്തായി തീരണമെന്നാണ് അനിരുദ്ധിന്റെ ആഗ്രഹം? എന്താണ് അംബിഷൻ? എന്താണ്? എനിക്ക് ഇപ്പൊ സ്പോർട്സ് ജേർണലിസ്റ്റ് ആവണമെന്ന് ആഗ്രഹം. ജേർണലിസ്റ്റ് ആവണമെന്നാണോ? ഓ, വെരി ഗുഡ്. ഫുട്ബോൾ ആണോ അങ്ങനെ പ്രത്യേകിച്ച്, അല്ലെങ്കിൽ എല്ലാ സ്പോർട്സിനും? എല്ലാ സ്പോർട്സും. ഓക്കെ. അപ്പോൾ ഓൾറെഡി പേപ്പറിൽ എഴുതാറുണ്ട് ഇപ്പോൾ സ്പോർട്സിന്റെ എന്തെങ്കിലുമൊക്കെ? ഇപ്പൊ അങ്ങനെ തുടങ്ങിയിട്ടില്ല. പേപ്പറൊക്കെ വായിക്കും എല്ലാ ദിവസവും, സ്പോർട്സ് കോളൊക്കെ അല്ലേ? യൂട്യൂബില് വീഡിയോസ് ഒക്കെ ഇടാറുണ്ട്. ഓക്കെ. എന്താണ് ചാനലിന്റെ പേരെന്താണ്? സെലിബ്രേഷൻ ഓഫ് ഹാപ്പിനെസ്. ഓ, ദാറ്റ്സ് ഗ്രേറ്റ്. ആ പേരിൽ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ദർ ഇസ് നോ ഷോർട്ട് കട്ട് ടു സക്സസ് എന്ന് ആ ഒരു മുദ്രാവാക്യം, അല്ലെങ്കിൽ അത് മുറുകെ പിടിച്ചുകൊണ്ട് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അത് നമ്മളിപ്പോ എന്റെ ക്ലാസ്സിൽ തന്നെ കുറച്ച് പിള്ളേരുണ്ട്, അവരൊക്കെ പറയാറുണ്ട് എന്റെ അച്ഛന് ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ എന്നെ തല്ലുന്നു. അപ്പൊ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മള് ഓരോ പേരൻസും ഒരു സബ്ജക്റ്റിന് മാർക്ക് പറഞ്ഞാല് ഊർജം കൊടുക്കുക ചെയ്യണ്ടേ. ഓ, വെരി ഗുഡ്. വളരെ വളരെ റിയലി അപ്രീഷിയേറ്റ് അനിരുദ്ധ. ഞാൻ ഒത്തിരി കുട്ടികളെ മെന്ററിങ് ചെയ്യാറുണ്ട്, പക്ഷെ ഇത്ര എനർജി ഉള്ളവർ, ഇത്രയും നന്നായിട്ട് ആൻസർ പറയുന്നത് വളരെ കുറച്ച് പേരേ ഉള്ളൂ. പക്ഷെ റിയലി അപ്രീഷിയേറ്റ് അനിരുദ്ധ്. ദർ ഇസ് നോ ഷോർട്ട് കട്ട് ടു സക്സസ്. അത് നിന്റെ മാത്രമല്ല, ഇനി എല്ലാവരുടെയും മുദ്രാവാക്യം ആക്കണം. നമുക്ക് എല്ലാവരും നമുക്ക് പറഞ്ഞു കൊടുക്കണം. സർ, ആയുർവേദ ട്രീറ്റ്മെന്റ് ചെയ്ത സമയത്ത് സാർ ഇങ്ങനെ പറഞ്ഞു, ടേബിളിൽ നിന്ന് മോന്റെ ഒരു ചിരി കണ്ടപ്പോ മോന്റെ ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്തു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ആ ട്രീറ്റ്മെന്റ് ടൈമിൽ ഡോക്ടർ സംസാരിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അത് ആയുർവേദ ട്രീറ്റ്മെന്റ് അല്ല, മെഡിക്കൽ. പുള്ളി എനിക്ക് ലണ്ടനിലായിരുന്നു തോന്നുന്നു ഡോക്ടർ. അവിടെ 36 വർഷം നമ്മളും, ഞാൻ പറഞ്ഞില്ലേ, ഇവനൊരു വയസ്സേ ആയിട്ടുള്ളൂ. എന്താണ് പ്രോബ്ലം എന്നുള്ളത് നമ്മളൊന്നും റിയലൈസ് ചെയ്യില്ല. പക്ഷെ അന്നിവൻ ചിരിച്ച ഒരു ചിരിയാണ് ചില സമയത്ത് നമ്മളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കുറെ ഇൻസിഡന്റ് ഉണ്ടാവും. അതിലൊന്ന് അവനുണ്ടായിരുന്നു ആ ഒരു കോൺഫിഡൻസ്. പിന്നെ അവന്റെ കോൺഫിഡൻസ് നമുക്കറിയില്ല, അവന്റെ കോൺഫിഡൻസ് ആകുമ്പോൾ നമ്മളുടെയും മൊത്തത്തിൽ താഴും. അങ്ങനെയല്ല, അവന്റെ ചിരി നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിരിയും ഇതെന്താണ് കറണ്ട് പോകുന്നത് പോലെയാണ്. ഇതിങ്ങനെ കാണുമ്പോൾ നമ്മൾക്ക് ആ ചിരി നിലനിർത്താനാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ചിരിയും സന്തോഷമൊക്കെ അല്ലേ നമുക്ക് ഉണ്ടാവുള്ളൂ. അതിൻ്റെ അർത്ഥം ഇവനെ വഴക്ക് പറയല്ല, വഴക്ക് പറയേണ്ട അടുത്ത് വഴക്ക് പറയും. ഇന്ന് ഞാൻ വായിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മൾ വായിപ്പിക്കും. കാരണം ഇവരൊക്കെ പറയുന്നില്ലേ, നമ്മുടെ സ്പോർട്സ് പേഴ്സണാലിറ്റീസ് ഒക്കെ പറയാറുണ്ട്. ഇപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കൊന്ന് ഫെൽപ്സ് എന്ന് പറഞ്ഞൊരു സ്വിമ്മറാണ്, പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ ആത്മകഥയിൽ ഇതിൽ പറയുന്നുണ്ട്, എനിക്ക് ക്രിസ്മസ് ഇല്ല, ബർത്ത്ഡേ ഇല്ല, ഞാൻ രാവിലെ എഴുന്നേറ്റ് നേരെ സ്വിമ്മിങ് പോകും. എനിക്കത് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഞാൻ പോകും. കാരണം എൻ്റെ ആ ലെവൽ ഓഫ് അച്ചീവ്മെൻറ്റിന് ഞാൻ അത്രയും ചെയ്തില്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുണ്ടോ ആയിട്ടൊന്നുമല്ല പോകുന്നത്. ഞാനിപ്പോൾ ഈയിടെ സുനിൽ ഛേത്രി പറയുന്നത് കേട്ടിട്ടുണ്ട് ഒരു ഇൻ്റർവ്യൂവിൽ. ഞാനിപ്പോൾ ഫുട്ബോളിൽ നിന്ന് വിരമിച്ചതിന് ശേഷം വീട്ടിലിരുന്ന് ഇനി ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ചുകൂടി ഇതൊക്കും. അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും എൻ്റെ കൂടെ കളിച്ചവൻ അവൻ്റെ 6 പാക്ക് ആബിൻ്റെ ഫോട്ടോ വാട്സപ്പിൽ അയച്ചു തരുന്നത്. അപ്പോൾ വീണ്ടും ഞാൻ ഇതിനെപ്പറ്റി ബോധവാനാണ്, വീണ്ടും ഞാൻ പോകും. എനിക്കിത് ഇഷ്ടമുണ്ടായിട്ടാണോ
എല്ലാ ദിവസവും നമുക്ക് ചെയ്യണമെന്ന് ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ ഒരേ കാരണമാണ്. ഇപ്പം എല്ലാ ദിവസവും, കാരണം എനിക്ക് തോന്നുന്നത് ഇപ്പം മൊബൈൽ അല്ലെങ്കിൽ ടി വി കാണാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. കാരണം നമുക്കൊന്നും ചെയ്യേണ്ടതില്ല, അതിൽ കാണുന്നത് അതങ്ങ് ആക്സെപ്റ്റ് ചെയ്യുക, ചിരിക്കുക, അങ്ങനെയാണ്. അതും വേണം, വേണ്ടെന്നല്ല. ഇവനിപ്പോൾ ഇവൻ്റെ ഒരു റൊട്ടീൻ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം ടി വി കാണാറുണ്ട് 2 hours. അതിലധികവും ഇവൻ കാണാറുള്ളത് സ്പോർട്സ് അല്ലെങ്കിൽ കോമഡി ഷോ. ഇത് ഹിന്ദി ആയാലും മലയാളം ആയാലും ഏതിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കേട്ട് ഞങ്ങൾ ചിലപ്പോൾ കേൾക്കുമ്പോൾ വലിയ ചിരി കേൾക്കാം റൂമിൽ നിന്ന്. അപ്പോൾ ഇവനിത് കണ്ട് ചിരിക്കുന്നതാണ്. അങ്ങനെയും ചിരി വരണം, പക്ഷെ നമ്മൾ അതിൻ്റെ കൂടെ അതൊരു ലിമിറ്റഡ് ടൈമാണ്. പിന്നെ മൊബൈൽ കംപ്ലീറ്റ് ഇല്ല, അയാൾക്ക് കൊടുക്കാറില്ലെന്നല്ല, അവന് താല്പര്യമില്ല. എനിക്ക് തോന്നുന്നു അനിരുദ്ധിന്റെ വേറൊരു അച്ചീവ്മെന്റ് ആണ് 200+ ബുക്സ് വായിച്ചു എന്ന് അനിരുദ്ധ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് ബുക്കുകൾ വായിച്ചിട്ടുണ്ടെന്ന്. ഇഷ്ടമുള്ള ബുക്ക് ഏതാ വായിച്ചതിൽ? ഇഷ്ടമുള്ള ബുക്കും ഒരെണ്ണം പറയാൻ പറ്റില്ല, ഒരു 10 ഉണ്ട്. അത്രയും അതിൽ നിന്ന് മോട്ടിവേറ്റഡ് ആയിട്ടുണ്ടോ ബുക്ക് വായിച്ചിട്ട്? അത്രയും മോട്ടിവേറ്റ് ആയിട്ടുണ്ട്. ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ബയോഗ്രഫീസ്, ഓട്ടോബയോഗ്രഫീസ് ആണ്. അപ്പൊ അവര് തന്നെ പറയുമ്പോ അതിന്റെ അവര് എത്ര കഷ്ടപ്പാട് അനുഭവിച്ചു എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അവര് ചെറുപ്പത്തിൽ ഇപ്പൊ എന്തായിട്ടാണ് ഇത്രയും വലിയ സ്റ്റേജിൽ എത്തിയെന്നുള്ളത്. ഇപ്പൊ മെസ്സിയുടെ തന്നെ എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, മെസ്സിക്ക് ഒരു ഹോർമോൺ പ്രോബ്ലം ഉണ്ടായിരുന്നു. അതാണ് ഹൈറ്റ് കുറവ്, ഹോർമോൺ വളർച്ചയ്ക്ക് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. എന്നിട്ടും ഒരു ക്ലബിന്റെ മോറൽ സപ്പോർട്ടോടുകൂടി മെസ്സി ലോകത്തിൽ തന്നെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പ്ലേയേഴ്സ് അറിയപ്പെട്ടു എന്നുള്ള അപ്പൊ അതൊക്കെയാണ് മോട്ടിവേഷൻ അനിരുദ്ധിന്റെ, അല്ലെ? അതിൽ നിന്നാണ് മോട്ടിവേറ്റഡ് ആവുന്നത് അനിരുദ്ധ്, അല്ലെ? അപ്പൊ അനിരുദ്ധിന്റെ ഏജിലുള്ള കുട്ടികളോട് അനിരുദ്ധിന് പറയാനുള്ളത് എന്താണ്? എന്റെ ഏജിലുള്ള കുട്ടികളോട്, ചെറുപ്പം നമ്മൾക്ക് ഒരു ഘട്ടേ വരുള്ളൂ, പിന്നെ ആ എൻജോയ്മെന്റ് പോകും, പിന്നെ നമ്മള് കൂടുതൽ റെസ്പോൺസിബിൾ ആവും. ചെറുപ്പം നമ്മൾ എത്ര വരുന്നോ അത്ര എൻജോയ് ചെയ്യാം, യാത്രകൾ പോവാം, ബുക്ക് വായിക്കാം, പിന്നെ കുറെ നിങ്ങളുടെ ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് ചെയ്യാം. അനിരുദ്ധേ, നിന്റെ മുമ്പിലൊക്കെ ഞങ്ങൾക്ക് വളരെ കുഞ്ഞായി പോവുകയാണ് നീയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ. ഇപ്പം നമ്മൾ മെൻറ്ററാണ്, മോട്ടിവേഷൻ സ്പീക്കറാണെന്ന് പറയുമെങ്കിലും നീ തരുന്ന ഊർജ്ജം ഉണ്ടല്ലോ, ചെറിയൊരു കാര്യമല്ല. ഇത് ലോകത്തിലേക്ക്, നമ്മൾ ഈ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറഞ്ഞ കാര്യമാണ്, അതിൻ്റെ റിപ്പിൾസ് ലോകം മുഴുവൻ പരക്കട്ടെ. നീ മാക്സിമം ആൾക്കാരോട് ഇതെല്ലാം പറഞ്ഞു കൊടുക്കണം, നിങ്ങളുടെ സുഹൃത്തുക്കളോടും എല്ലാവരോടും. ഒരു പ്രതിസന്ധിയിലും തളരാതെ മുമ്പോട്ട് പോകാൻ നിന്റെ ഷോർട്ട് കട്ട് അത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം കേട്ടോ. ദർ ഇസ് നോ ഷോർട്ട് കട്ട് ടു സക്സസ്, അല്ലേ? ഞാനിത് എല്ലാവരോടും പറയും, നിന്റെ കഥ ഇനി എല്ലാവരോടും ഞാൻ പറയും. ഇവിടെ വരുന്ന കൊച്ചു കാര്യങ്ങളിൽ വിഷമിക്കുന്ന ആൾക്കാരിപ്പോൾ ചെറിയ കാര്യങ്ങൾ അയ്യോ എന്ന് പറയുന്നത്. അനിരുദ്ധേ, നിന്റെ ഈ സ്റ്റോറി ഉണ്ടല്ലോ ലോകം മുഴുവൻ കാണട്ടെ, എല്ലാവരും പഠിക്കട്ടെ കേട്ടോ. ആ ഊർജ്ജം നീ നിലനിൽക്കണം. ഞങ്ങൾക്ക് കാണണം ഒരു ജേർണലിസ്റ്റായിട്ട്. നിന്റെ കോളം അത് വായിക്കാനായിട്ട് ഞങ്ങൾ കാത്തിരിക്കും, ഇല്ലേ? നമ്മുടെ ഈ ഒരു ചെറിയൊരു ഡിസ്കഷനിലേക്ക് സാറ് വന്നതിൽ ഒത്തിരി സന്തോഷം. അനിരുദ്ധിനെയും ഫാമിലി ആയിട്ട് വന്നതിൽ ഒത്തിരി സന്തോഷം. കാരണം അനിരുദ്ധ് പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ശരിക്കും മോന്റെ അല്ലെങ്കിൽ പാരന്റ്സിന് വരെ കുറേ സഹായിക്കുന്ന കുറേ ടിപ്സാണ് ശരിക്കും. കാരണം എങ്ങനെ അവരെ പാരന്റിങ് ചെയ്യണം, പ്രൊഫഷൻ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് മക്കളെ നോക്കാൻ പറ്റാതെ ഒരുപാട് പാരന്റ്സ് സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട്. അവർക്ക് എങ്ങനെ ഇതൊരു ശരിക്കും ഒരു ടൈം മാനേജ്മെന്റ് തന്നെയാണ്, പ്രോപ്പറായിട്ട് എല്ലാത്തിനും ഈക്വലി ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ശരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും ഒരു നല്ലൊരു ലെസൺ ആവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു ടോക്ക് ഷോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ ഒരു ചെറിയൊരു ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന്. താങ്ക് യു സോ മച്ച്. ഈ ടോക്ക് ഷോയിലൂടെ അനിരുദ്ധ് നമുക്ക് പകർന്നു തന്ന ഊർജ്ജം ചെറുതൊന്നുമല്ല. നമുക്ക് വലിയൊരു മെസ്സേജാണ് നമ്മുടെ ഈ കൊച്ചുമെടുക്കൻ നമുക്ക് തന്നിരിക്കുന്നത്. ഒരു പ്രതിസന്ധിയിലും തളരാതെ മുമ്പോട്ട് പോവുക എന്ന ഉദ്ദേശത്തോടെ, ലക്ഷ്യത്തോടെ ഒരു സ്പോർട്സ് ജേർണലിസ്റ്റ് ആകാൻ നമ്മുടെ അനിരുദ്ധ് കാത്തിരിക്കുകയാണ്. കൂടെ ഞങ്ങളും അതിന് കരുത്തും തണലുമായി നമ്മുടെ ഗോപകുമാർ സാറും ധന്യ മാമും ഉണ്ട്. ഞങ്ങളും ഉണ്ട് നിങ്ങളുടെ കൂടെ. ഈ ലോകത്തേക്ക് എല്ലാ പ്രതിസന്ധികളും തളർന്ന് ഈ ലോകത്തിന് തന്നെ ഒരു മാതൃകയായി നമ്മുടെ അനിരുദ്ധ് നമ്മുടെ മുന്നിലുണ്ടാകും. നമുക്കും നിങ്ങൾക്കും മാതൃകയായി.